നമസ്കാരം. ഈ വർഷത്തെ ഏറ്റവും മികച്ച നടനെ കണ്ടെത്താൻ ഞങ്ങൾ നടത്തിയ മത്സരത്തിൽ വിജയിയായത് നമ്മൾ വി.ഡി. സതീശനാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ അഭിനയം ഒന്ന് കണ്ടു നോക്കണം. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നുമല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. അദ്ദേഹത്തിന്റെ അസ്വസ്ഥതകൾ കുടുംബത്തെയും നാടിനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം തീരാ നടുക്കമാണ്, ആഘാതമാണ്. ആദ്യം പറഞ്ഞു തന്നാൽ ഈ ആളുകളെല്ലാം എത്തുന്നതും ഈ വൈകുന്നേരങ്ങളിൽ തൊഴിൽ കഴിഞ്ഞ് മടങ്ങുന്നവരടക്കമുള്ള ആളുകൾ ധാരാളമായി എത്തിയതിനാൽ ഇപ്പോൾ സംസ്കാരം നീണ്ടുപോയിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ മൃതദേഹങ്ങൾ ഇവിടെ പൊതുദർശനത്തിൽ നിന്നും എടുത്ത് ആംബുലൻസിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഉഷയുടെയും അതുപോലെ തന്നെ അനീഷയുടെയും മൃതദേഹം ഇവിടെ നിന്ന് ആംബുലൻസിലോട്ട് കയറ്റാനായി കൊണ്ടുപോയി. ഇവിടെ നിന്നൊരു 25 മിനിറ്റ് അരമണിക്കൂർ യാത്രയുള്ള ഒരു സ്ഥലത്താണിപ്പോൾ പൊതു സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. അവിടേക്ക് കൊണ്ടുപോയി സംസ്കാര നടപടികൾ, സംസ്കാരത്തിനുള്ള ക്രിയകൾ അവിടെ വെച്ച് നടത്തും. പൂജാ കർമ്മങ്ങൾ കുറച്ച് അവിടെ വെച്ചും പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുശേഷമായിരിക്കും ഇന്ന് സന്ധ്യയ്ക്ക് മുൻപായി ഈ സംസ്കാരം പൂർത്തിയാക്കുക. അപ്പോൾ അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവ് പറവൂർ MLA ആണ് വി.ഡി. സതീശൻ ഈ കുടുംബത്തെ കാണാനായി, ഇവരുടെ മൃതദേഹം അവസാനമായി കാണാനായി വി.ഡി. സതീശനും എത്തിയിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ തന്നെയാണ് ഈ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത്. സംസ്കാരത്തിനായി അങ്ങോട്ട് കൊണ്ടുപോകാൻ നിശ്ചയിച്ചിട്ടുള്ളത്. വളരെ ദാരുണമായിട്ടുള്ള സംഭവം. നമുക്ക് വാക്കുകൾ കൊണ്ട് അത് പറയാൻ ആവാത്ത വിധം അത്രയും വേദനാജനകമായിട്ടുള്ള കാഴ്ചകളും രംഗങ്ങളുമാണ് ഇപ്പോൾ ഇവിടെ സാക്ഷ്യം വഹിക്കുന്നത്. കുട്ടികളും മുതിർന്നവരുമായിട്ടുള്ളവർ ഒരുപോലെ മനസ്സിലാവുന്നത്. ഈ ഒരു അരമണിക്കൂറിൻ്റെ യാത്രയുണ്ട്. അദ്ദേഹത്തിന്റെ മുഖത്തെ ഭാവാഭിനയങ്ങൾ, എന്തിന് ഇങ്ങനെ ഒരു നടനെ കേരള പൊളിറ്റിക്സിൽ നമുക്ക് വേറെ കണ്ടെത്താൻ കഴിയില്ല. നാടകത്തിലും സിനിമയിലും ഒക്കെ അഭിനയിച്ച് മികവ് തെളിയിച്ച അത്യുജ്വല പ്രതിഭ. ഈ പ്രതിഭയെ നമ്മൾ വാഴ്ത്തിപ്പാട്ടുകാർ വാഴ്ത്തിപ്പാടിക്കൊണ്ട് താങ്ങി നിർത്തണം. കാരണം ഒരുപക്ഷെ നാളത്തെ മുഖ്യമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള ഈ നടന് വേണ്ട പ്രോത്സാഹനം നിങ്ങൾ കൊടുക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്.